Hello, good morning. Welcome to Learning Now. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും വേവ്സ് എന്നുള്ള ഒരു പോർഷനിൽ വരുന്ന പ്രോഗ്രസീവ് വേവ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് പ്രോഗ്രസീവ് വേവ് എന്ന് നോക്കുന്നുണ്ട്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കുന്നുണ്ട്, അതിന്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സുകൾ, പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്, സ്പീഡ് ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പ്രോഗ്രസീവ് വേവ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രസീവ് വേവിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വേവ് അതിന്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഒരു മീഡിയം ഡിസ്റ്റർബൻസിലൂടെ അത് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ബൈ മൂവിങ് എവേ ആണ്, അല്ലെ, ആ ഒരു മീഡിയം ഡിസ്റ്റർബൻസിൽ നിന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്, ഒരു എൻഡിൽ നിന്നും വേറൊരു എൻഡിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആൾക്കാർ രണ്ട് എൻഡിൽ നിന്നും ഓരോ റോപ്പ് അല്ലെങ്കിൽ ഓരോ എന്ത് ചെയ്തിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു റോപ്പിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു എൻഡിൽ നിന്ന് ഒരു എ എന്നുള്ള ഒരാളുണ്ട്, ബി എന്നുള്ള ഒരാളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ ആ ഒരു ആള് പെട്ടെന്ന് അതിലേക്ക് ചെറിയൊരു ജെർക്ക്, അതായത് ഒരു ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പൾസ് അവിടെ എന്താകുന്നുണ്ട്, ആ മൂവ്മെന്റ് ഒരു പൾസ് ആയിട്ട് ക്രിയേറ്റ് ആവുകയും അത് ആ റോപ്പിലൂടെ സെക്കൻഡ് പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും, അല്ലെ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു റോപ്പ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും, സെക്കൻഡ് പേഴ്സണിലേക്കും ആ മൂവ്മെന്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വേവിനെയാണ് പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ആ റോപ്പ് ഒരു മൂവ്മെന്റ് വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു വേവ് ആയിട്ട് എന്റെ നെക്സ്റ്റ് പേഴ്സണിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് വേവിനെ പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ചെറിയ രീതിയിൽ ആ ഒരു സെക്കൻഡ് ബി, അതായത് ബി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ എനർജി മൊമെന്റവും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് അതിന്റെ എനർജിയും അതുപോലെ തന്നെ മൂവ്മെന്റും ട്രാൻസ്ഫർ ചെയ്യുന്നുവെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് വേവിന് നമുക്ക് എന്തെന്ന് പറയാം, പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഈസ് മൂവ് എവേ ഫ്രം ദ മീഡിയം, ഒരു മീഡിയത്തിൽ നിന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എനർജി മൊമെന്റും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒരു എൻഡിൽ നിന്നും വേറൊരു എൻഡിലേക്ക് എനർജി മൊമെന്റും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതെന്ന് പറയുന്നത് അങ്ങനെയാണ്, വേറൊരാൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണ്, പക്ഷെ ഒരു വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ കൂടെ, പ്രത്യേകിച്ച് കാര്യമായ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം എന്ന് പറയുന്നത് ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഈ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഒരു പ്രോഗ്രസീവ് ടൈപ്പ് വേവ് ആണ്. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറി ഡിസ്പ്ലേസിംഗ് ആയിരിക്കും. ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എങ്ങനെയായിരിക്കും, എലോങ് ദി ഡയറക്ഷൻ ആയിരിക്കും, അല്ലെ, ആ ഒരു എലോങ് ദ ഡയറക്ഷനിൽ തന്നെ നമുക്ക് വരുന്നത്, ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ് ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഓർബിറ്റൽ വേവ് അതെന്ന് പറയുന്നത് ഒരു തേർഡ് ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് വേവ് ആണ്. ഓർബിറ്റൽ വേവ് എങ്ങനെ ആയിരിക്കും, ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഓർബിറ്റൽ വേവ്. നമുക്ക് ആ ഓർബിറ്റൽ മൂവ്മെന്റ്സ് നമുക്ക് അറിയാലോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓഷ്യൻ വേവ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓർബിറ്റൽ വേവിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഓഷ്യൻ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്സ് ആണ് നമുക്ക് പ്രോഗ്രസീവ് വേവ്സ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്വേഴ്സ് വേവ്, സെക്കൻഡ് വൺ ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ദി ഓർബിറ്റൽ വേവ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രസീവ് വേവിൽ വരുന്ന എക്സാമ്പിളുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും കുറെ, അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇതെന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ് ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും, ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആയിരിക്കും. ആ ഒരു പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ വേവ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ നമുക്ക് ഇവിടെ എന്താ പറയാം, ഇതിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ് ആണ്. അടുത്തത് ലൈറ്റ് വേവ്സ്, അല്ലെ. ലൈറ്റ് വേവ്സ് നമുക്ക് എന്ത് ടൈപ്പ് ആണെന്ന് പറയാം, ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ് ആണ്. ദെൻ സൗണ്ട് വേവ്സ്, ഇറ്റ് ഈസ് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെ സെയിം ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാതെ സെയിം മീഡിയത്തിൽ തന്നെയായിരിക്കും നമുക്ക് ഈ പറയുന്ന സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പ്രോഗ്രസീവ് വേവിനുള്ള ഒരു എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ വാട്ടർ വേവ്സ്. വാട്ടർ വേവ്സ് എന്ന് പറയുന്നത് ബോത്ത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലും ആകാം അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവും ആവാം, അല്ലെ. ഒരു എല്ലിന്റെ ഒരു കുറവുണ്ട്. ഓക്കെ,
ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ആകാം, ട്രാൻസ്വേഴ്സ് വേവും ആകാം. ഓക്കെ, എന്നാൽ ഓഷ്യൻ വേവ്സ് അല്ലെങ്കിൽ ലേക്കിൽ ഉണ്ടാവുന്ന വേവ്സ് എന്നൊക്കെ പറയുന്നത് ഓർബിറ്റൽ ആണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ഓർബിറ്റൽ വേവ്സിന്റെ മെയിൻ എക്സാമ്പിൾ ഏതാണ്? ഓഷ്യൻ വേവ്സ് ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു റൗണ്ട് ഓർബിറ്റൽ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് സർക്കിൾസിലാണ് ഈ പറയുന്ന വേവ്സ്, ലേക്കിൽ ഉണ്ടാവുന്ന വേവ്സ് അല്ലെങ്കിൽ ഓഷ്യൻ വേവ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് ബോത്ത് ലോഞ്ചിറ്റ്യൂഡിനലും ആകാം, ട്രാൻസ്വേഴ്സ് വേവും ആകാം. ദെൻ സീസ്മിക് വേവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദേ ആർ മെക്കാനിക്കൽ വേവ്സ് ആണ് അല്ലെ. മൂവിംഗ് എന്ന് പറയുന്നത് ആ ഒരു അതിന്റെ എപ്പി സെന്റർ, അതിന്റെ ഒരു സെന്ററിൽ നിന്നും ആ ഒരു പ്രൊപ്പഗേഷന്റെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സെയ്സ്മിക് വേവ് എന്ന് പറയാം. സോ ദ സെയ്സ്മിക് വേവ് ഓൾസോ ആർ എ പ്രോഗ്രസീവ് വേവ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കാം. നമുക്കതൊക്കെ അറിയുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ. നോക്കൂ, നമ്മൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വേവ് കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സൈനസോയിഡൽ വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാകാം, അതേപോലെ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലും ഉണ്ടാകാം. ഓക്കെ, ദെൻ ഈ ക്രസ്റ്റും ട്രഫും എന്താണ്? ഈ നെഗറ്റീവിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രഫ് എന്ന് പറയുന്നത്. എന്നാൽ പോസിറ്റീവിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, then the distance between two adjacent crest or two adjacent trough is known as wavelength, lambda അല്ലെ. വേവ്ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വേവ്ലെങ്ത് എന്ന് പറയാം. ദെൻ ഫ്രീക്വൻസി എന്താണ്? ഒരു സെക്കൻഡിൽ എത്രത്തോളം വേവ്സ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വേവ്. നോക്കൂ, ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി അഗെയിൻ നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എനിക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ, ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വേവിനെയാണ് നമുക്ക് ആ വരുന്ന ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഒരു വേവിന്റെ. ഓക്കെ, ആൻഡ് പിന്നെ എന്താ അതിൽ നമുക്ക് നോക്കാനുള്ളത്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ്, വേവ്ലെങ്ത്, ക്രസ്റ്റ്, ട്രഫ്, പീരീഡ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വേവില് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന വേർഡ്സ് ആണ് അല്ലെ, പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല നമ്മളിതിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രസീവ് വേവിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ആ ഒരു മീഡിയത്തിൽ കാണുന്ന ഓരോ പാർട്ടിക്കിളും അതിലൊരു വൈബ്രേഷൻ ഉണ്ടാകും അല്ലെ. അതിന്റെ ആ ഒരു പൊസിഷനിൽ നിന്നും അതിലൊരു വൈബ്രേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഒരു എൻഡിൽ നിന്നും വേറൊരു എൻഡിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ പാർട്ടിക്കിളും വൈബ്രേറ്റ് ആകുന്നത് എങ്ങനെയായിരിക്കും? ഒരു യൂണിഫോം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. ഓരോ പാർട്ടിക്കിളും ഓരോ രീതിയിലായിരിക്കുമോ? അല്ല. കാരണം എന്താണ്? അവയുടെ മീൻ പൊസിഷൻസ് യൂണിഫോം ആയതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സെയിം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ പാർട്ടിക്കിളിന്റെയും ഫേസ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 to 2π, അതായത് 0 to 180 ഡിഗ്രിയിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്വേഴ്സ് പ്രോഗ്രസീവ് വേവ്സിനെ നമുക്ക് അതിന്റെ ക്രസ്റ്റ് അതുപോലെ തന്നെ ട്രഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന ആ ഒരു മീഡിയത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷനിൽ പാസ് ചെയ്യുമ്പോഴാണ്, അതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി ആ പാർട്ടിക്കിൾസിന് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇതൊക്കെ ഈ മീഡിയത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിരിക്കും ഇതെല്ലാം. ഓക്കെ, അതായത് എം ലാംഡ എന്നാണ് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇന്റഗ്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇന്റീജർ ആയിട്ടാണ് നമ്മൾ, സോറി ഇന്റഗ്രേറ്റർ അല്ല, ഇന്റീജർ ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും? യൂണിഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രോഗ്രസീവ് വേവിൽ വരുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്കത് നോക്കാം എന്താണ്. അപ്പൊ നമ്മളൊരു പ്രോഗ്രസീവ് വേവിന് നമ്മൾ ഒറിജിനിൽ നിന്നും 0 ടുവാർഡ്സ് പൊസിഷൻ ഡയറക്ഷൻ എക്സ് ആക്സിസിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഒരു മീൻ പൊസിഷൻ ഈ ഒരു 0യിൽ നിന്ന് ഈ ഒരു എക്സ് ഡയറക്ഷനിലേക്കാണ് എന്റെ വേവ് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഏതൊരു പോയിന്റിൽ ഉണ്ടാകുന്നത് ഇതല്ലേ വേവ് അല്ലെ, ഏതൊരു പോയിന്റിലും ഉണ്ടാകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ y ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? y is equal to a sin omega t ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ a എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വരുന്ന വാല്യൂ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2πn ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, ദാറ്റ് ഈസ് 2πn ആണ്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ആ ഒരു ഒമേഗയ്ക്ക് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to a sin omega t minus phi. അതായത് phi എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇപ്പൊ രണ്ട് പാർട്ടിക്കിൾസിനും സെയിം മീഡിയം ആണ്. ഓക്കെ, അവയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ആണ്. അപ്പൊ അവയ്ക്ക് ഫേസ് ഡിഫറൻസും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, ദാറ്റ് ഈസ് 2π ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസിനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? phi is equal to 2π by lambda x ആണ്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തും x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രിങ്ങിലൂടെ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ വയേഴ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ്, അതുപോലെ ഫ്ലൂയിഡ്, ആ ഒരു വാട്ടർ സർഫേസിലൂടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു phi is equal to 2π by lambda x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു എബവ് ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫേസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പ്രോഗ്രസീവ് വേവ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഫ്രീക്വൻസി ആയിരിക്കും, ആ ഒരു y ആക്സിസിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റിനുള്ള ഒരു ഇക്വേഷൻ വരുന്നത് ഫംഗ്ഷൻ ഓഫ് വൈയിലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് വൈയിൽ ആ ഒരു എലോങ് വൈയിലാണ് നമ്മൾ ട്രാവൽ ആവുന്നത് ഡിസ്പ്ലേസ്മെന്റ്. സോ കൺസിഡർ ആസ് ദ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. സോ y of x of t is equal to x, t is equal to a sin kx minus omega t plus phi 0. ഈ ഒരു ഇക്വേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, നമുക്ക് പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. വേർ x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, k it is the angular wave number. k എന്ന് പറഞ്ഞാൽ എന്താണ്? angular wave number. ഒമേഗ എന്താണ്? angular frequency. t എന്ന് പറയുന്നത് ടൈം ആണ്. phi 0 എന്ന് പറയുന്നത് എന്താണ്? it is the initial phase ആണ്. സ്റ്റാർട്ടിംഗ് ഫേസ് എത്രയാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റുമായിട്ട് വരുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ നോക്കാം. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പവറും യൂണിറ്റ് ഏരിയയും തമ്മിലുണ്ടാവുന്ന ഒരു റേഷ്യോ ആണ്. ഓക്കെ, പവർ പെർ യൂണിറ്റ് ഏരിയ ആണ് നമുക്ക് വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഒരു റേഷ്യോ ആണ്. അപ്പൊ എന്ത് വരും? I is equal to intensity is equal to P by A, where P എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് carried by the wave ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, I എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് ദ പ്രോഗ്രസീവ് വേവിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, ഇന്റൻസിറ്റിയുടെ ഇക്വേഷനിൽ യൂണിറ്റ് എന്താണ്? വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ. ഇനി നമുക്ക് ആ ഒരു പ്രോഗ്രസീവ് വേവ് പാരാമീറ്റേഴ്സ്, നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിരുന്നു, അതിൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് എന്തൊക്കെ നോക്കാം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ മാക്സിമം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ റെസ്റ്റ് പൊസിഷൻ ടു ക്രസ്റ്റ് പൊസിഷൻ അല്ലെ. ഈ ഒരു റെസ്റ്റ് പൊസിഷനിൽ നിന്നും അതിന്റെ ക്രസ്റ്റ് പൊസിഷനിലേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഈ ഒരു മാക്സിമം വാല്യൂ ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡും ഉണ്ട് അല്ലെ. അടുത്തത് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ക്രസ്റ്റ് പൊസിഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ രണ്ട് ട്രഫ് പൊസിഷൻസ്, അഡ്ജസന്റ് ഉള്ള അടുത്തടുത്തുള്ള രണ്ട് ട്രഫ് പൊസിഷൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പൊ അത് മെഷർ ചെയ്യുന്നത് എന്തിലാണ്? മീറ്റേഴ്സിലാണ്. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ ആണ് v is equal to lambda into f, where lambda is equal to നമുക്ക് എന്ത് കൊടുക്കാം? v by f എന്ന് പറയാം. v എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്, f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ്, ആൻഡ് lambda is the wave length. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു വേവിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ആംഗുലാർ വേവ് നമ്പർ. എന്താണ് ആംഗുലാർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ? അതെന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗേഷൻ നമ്പർ ആണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, ആംഗുലാർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ പ്രൊപ്പഗേഷൻ നമ്പർ എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗുലാർ വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റേഡിയൻ പെർ മീറ്റർ എന്നുള്ള ഇക്വേഷൻ യൂണിറ്റ് ആണ്. അതിനുള്ള ഇക്വേഷൻ k is equal to 2π by lambda. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ നമ്മൾ കണ്ടിരുന്നു kx കൊണ്ടൊരു ടേം കണ്ടിരുന്നു. അതിൽ k ഞാൻ പറഞ്ഞു ആംഗുലാർ വേവ് നമ്പർ ആണെന്ന് പറഞ്ഞു. സോ ദ ഇക്വേഷൻ ഫോർ ആംഗുലാർ വേവ് നമ്പർ is equal to 2π by lambda. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി, സോറി വേവ് ലെങ്ത് ആണ് അല്ലെ. അപ്പൊ വേവ് ലെങ്ത് എന്തായാലും നമുക്ക് അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. v is equal to lambda into f എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ലാംഡ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആംഗുലാർ വേവ് നമ്പർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം.
where k എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പറും ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത്തും ആണ്. ഓക്കെ. Then next angular frequency. Angular frequency എന്ന് പറഞ്ഞാൽ എന്താണ്? It is the angular displacement. ഏതൊരു വേവ് എലമെന്റിന്റെയും angular displacement per unit of time. ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ. അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫേസ്. ഒരു വേവ് ഫോമിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാം. അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് ടി എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു ഒരു വേവ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വേവ് എടുക്കുന്ന ആ ഒരു ടോട്ടൽ ടൈം അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിന്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ട്രാവലിംഗ് വേവ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പ്രോഗ്രസീവ് വേവ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രസീവ് വേവിനെ തന്നെയാണ് നമ്മൾ ട്രാവലിംഗ് വേവ് നമ്മളോട് പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ബട്ട് പ്രോഗ്രസീവ് വേവിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? പ്രോഗ്രസീവ് വേവ് എന്താണെന്ന് നോക്കി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കി, അതിന്റെ ടൈപ്സ് നോക്കി, എക്സാമ്പിളുകൾ ഓഫ് പ്രോഗ്രസീവ് വേവ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇക്വേഷൻസ് നോക്കി, ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കി, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നോക്കി അല്ലെ. പിന്നെ ആ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ കുറച്ച് ടേംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Now we are moving to the traveling wave. Okay, but traveling wave എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് position of particles changes according to the progression of wave. വേവിന്റെ progression അനുസരിച്ച് ആ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ട്രാവലിംഗ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു progression of വേവിന്റെ progression അനുസരിച്ച് ആ വേവിന്റെ വേവിലുണ്ടാകുന്ന പാർട്ടിക്കിളുകൾക്ക് പൊസിഷൻ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാവലിംഗ് വേവ് എന്ന് പറയാം. ഓക്കെ. The maximum amplitude and the minimum amplitude of the wave travel through the medium and the particles of the wave oscillate according to the wave progression. അപ്പോൾ ആ ഒരു വേവ് പ്രോഗ്രഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിലുണ്ടാകുന്ന ഓസിലേഷൻസും മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രാവലിംഗ് വേവിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോഗ്രസീവ് വേവ്സ് എന്നും കൂടി പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഒരു സിംഗിൾ യൂണി ഡയറക്ഷൻ ലൈനിൽ നമുക്ക് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ആ പാർട്ടിക്കിൾസിലൊക്കെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ആ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താകുന്നുണ്ട്? അതൊരു വേവ് ആയിട്ട് മാറുകയാണ്. ഒരു പീരിയോഡിക് ആഫ്റ്റർ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ളത് കൊണ്ട് അവിടെ നമുക്കൊരു വേവ് ആയിട്ട് ഫോം ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആ മീഡിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്താകും? വൈബ്രേറ്റ് ആവാനായിട്ട് സാധിക്കും, സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ ഇനിഷ്യലി വന്ന ആ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക്, പ്രത്യേകിച്ച് വിത്തൗട്ട് എനി നെറ്റ് മൂവ്മെന്റ്, മൊത്തത്തിലുള്ള ഒരു മൂവ്മെന്റ് അല്ലാതെ എന്താവും? ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ട്രാവലിംഗ് വേവ്, അതല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈമില് ഇപ്പൊ ആ ഒരു പാർട്ടിക്കിൾസ് ഓൺ ദ വേവ് എന്ന് പറയുന്നത് ഒരു സൈനുസോയിഡൽ പാറ്റേണിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു സൈനുസോയിഡൽ പാറ്റേണിലായിരിക്കും. അതുകൊണ്ട് ആ വേവിൽ ഉണ്ടാകുന്ന എല്ലാ പാർട്ടിക്കിൾസിനും അതിൻ്റെതായ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ആ ഒരു അവരുടെ പാത്തിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റും? ഒരു ഫേസ് ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്നത്, ഇതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് ആണ്. അതുപോലെ തന്നെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. y and x are the displacement of the particles. ഓക്കെ, ആ ടൈം ടിക്ക് അനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു സ്പെസിഫിക് ആയിട്ട് ഫേസ് ഡിഫറൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് വരും? ട്രാവലിംഗ് വേവിന് y is equal to a sin x sin omega t minus kx ആണ് വരുന്നത്. a sin x sin of omega t minus kx, ഇതാണ് ട്രാവലിംഗ് വേവിന് വരുന്ന ആ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ വേവ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് എ വേവ് ഈസ് പെർപെൻഡിക്കുലർ. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ ഒരു പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്,
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിംഗ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് അല്ലെങ്കിൽ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്. അപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ട്രിങ്ങിന്റെ എലാസ്റ്റിസിറ്റിയുടെ മെഷർമെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എലാസ്റ്റിസിറ്റി ഇൻ ദ സ്ട്രിംഗ്. സ്ട്രിംഗിൽ ഉണ്ടാകുന്ന ആ ഒരു എലാസ്റ്റിസിറ്റിയുടെ മെഷർമെന്റിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ടെൻഷൻ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രിംഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നോ ഡിസ്റ്റർബൻസ്. നമുക്ക് ഈ ഒരു ടെൻഷൻ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ നമുക്ക് ആ സ്ട്രിംഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടെൻഷന് വരുന്ന ഡയമെൻഷൻ എങ്ങനെയാണ് വരുന്നത്? T is equal to m L T power -2. അതായത് m power 1 L power 1 and T power -2 ആണ് വരുന്നത്. സെക്കൻഡ് പാരാമീറ്റർ എന്താണ്? ഈ ഒരു സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേവിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിംഗ്. അതായത് mu എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്? m power 1 L power -1 ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആ ഒരു ഡയമെൻഷൻ റേഷ്യോ എടുക്കാം. T by mu, അതായത് ടെൻഷനും ആ മാസ് ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്താണ്? ml T power -2 by ml power -1. ഇതിൽ m രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. L ഇവിടെ -1 ആണ്, അത് മുകളിലേക്ക് വന്ന +1 ആകും. സോ L square T power -2 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം L T power -1 ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റിനെ എന്തിന്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും? T and mu ന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ V is equal to square root of T by mu എന്നാണ് വരുന്നത്. ഓക്കെ, square root of T by mu ആണ് വരുന്നത്. സോ ആ ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ആ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സ്ട്രിങ്ങിന്റെ ടെൻഷനും അതുപോലെ തന്നെ അതിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റിനെ മാത്രമാണ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ദ വേവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രീക്വൻസിയിൽ നിന്നും ഈ പറയുന്ന സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ഒരു മീഡിയത്തിലൂടെ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ സ്പീഡ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്താണെന്ന് നമുക്കറിയാം. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് ആയിരിക്കും നമുക്ക് ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം. ആ ഒരു മീഡിയത്തിന്റെ ബൾക്ക് മോഡുലസ് B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഡെൻസിറ്റി ഓഫ് ദ മീഡിയം, ദാറ്റ് ഈസ് റോ എന്നുള്ള ഇത് P ആണ് അല്ലേ, സോറി റോ എന്നുള്ളതാണ് കേട്ടോ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് റോ. ഇതിനെ രണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. V is equal to C into square root of B by rho, where C is equal to 1 experimentally നമ്മൾ ചെയ്യുമ്പോൾ C is equal to 1 ആണ്. സോ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ C into root of B by P. B എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസും റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. ദെൻ ഒരു സോളിഡ് റോഡിലൂടെ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് V is equal to square root of Y by rho. ഇത് നമുക്ക് ആ മീഡിയത്തിൽ ഉണ്ടാകുന്നതാണ്. ഇത് സോളിഡ് റോഡിലൂടെ Y by rho. Y എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യങ്സ് മോഡുലസ് ആണ്. ദെൻ ഈ ഒരു സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ആൻ എയർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ന്യൂട്ടൺസ് ലോ എന്താണ് വരുന്നത്? ന്യൂട്ടൺസ് ഫോർമുല V is equal to square root of P by rho. P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രഷർ ആൻഡ് rho is the density. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പ്രോഗ്രസീവ് വേവ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ നോക്കി. ദെൻ ട്രാവലിംഗ് വേവ് എന്താണെന്ന് നോക്കി. ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ പ്രോഗ്രസീവ് വേവ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കി. പിന്നെ ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. സിമിലർലി ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.